റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തിക്കുന്ന കരാറുകാർക്കുള്ള കുടിശ്ശിക 100 കോടി കവിഞ്ഞതോടെ സംസ്ഥാനത്തെ റേഷൻ കടകൾ കാലിയായി തുടങ്ങി. ജനുവരി 1 മുതൽ കരാറുകൾ വിതരണം നിർത്തി. 80% കടകളിലും സാധനങ്ങൾ തീർന്നതായി വ്യാപാരികൾ പറയും. FCI ഗോഡൌണിൽ നിന്ന് റേഷൻ സംഭരണ കേന്ദ്രങ്ങളിലേക്കും അവിടെ നിന്ന് റേഷൻ കടയിലേക്കും ഭക്ഷ്യധാന്യങ്ങൾ വിതരണത്തിനെത്തിക്കുന്ന കരാറുകാരാണ് സമരം ചെയ്യുന്നത്. കുടിശ്ശിക തീർത്ത് പണം കിട്ടിയാൽ മാത്രമേ ഇനി റേഷൻ വിതരണം തുടരുകയുള്ളൂ എന്നാണ് കരാറുകാരുടെ നിലപാട്. സമരം നീണ്ടുപോയാൽ റേഷൻ കടകളിലെ സ്റ്റോക്ക് തീരും. ഇതോടെ സംസ്ഥാനത്തെ റേഷൻ വിതരണം തടസ്സപ്പെടും. FCIയിൽ നിന്നും എടുത്ത് NFSA ഗോഡൌണിൽ ഇറക്കിയതിന് ശേഷം റേഷൻ കടകളിൽ എത്തിക്കുന്ന കരാറുകാർ സമരത്തിലാണ്. അവർ സമരത്തിലായാൽ റേഷൻ കടകളിൽ അരി നിലച്ചു പോകും. ഇപ്പോൾ തന്നെ കേരളത്തിലെ 80% കടകളിലും അരി സ്റ്റോക്കില്ല. ഞങ്ങൾ പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ സമരം പിൻവലിച്ച് റേഷൻ സംവിധാനം പുനഃസ്ഥാപിക്കണമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. ഡിസംബറിൽ ബാക്കി വന്നതും ജനുവരി ആദ്യം വിതരണം തുടങ്ങാൻ മുൻകൂർ നൽകിയതുമായ സാധനങ്ങളുള്ള കടകളിൽ മാത്രമാണിപ്പോൾ വിതരണം നടക്കുന്നത്. പുതിയ സ്റ്റോക്ക് എത്തിയില്ലെങ്കിൽ ഈ മാസം പാതിയോടെ ഇതും തീരും. മലപ്പുറം, എറണാകുളം, തൃശൂർ, കോട്ടയം ജില്ലകളിലെ പലയിടങ്ങളിലും റേഷൻ സാധനങ്ങൾ പൂർണ്ണമായി തീർന്ന റേഷൻ കടകളുണ്ട്. 24 കോഴിക്കോട്.